അവിശ്വസനീയമായിരുന്നു അയാളുടെ വളർച്ച. കണ്ടുനിന്നവരെ എല്ലാം അത്ഭുതപ്പെടുത്തിയ നേട്ടങ്ങൾ. അയാൾ തൊട്ടതെല്ലാം പൊന്നായി. അത് സിനിമയാണെങ്കിലും കച്ചവടമാണെങ്കിലും. മമ്മൂട്ടിയും മോഹൻലാലും അരങ്ങുവാഴുന്ന മലയാള സിനിമയിൽ ഗോപാലകൃഷ്ണൻ പത്മനാഭൻ സ്വന്തമായ ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കിയെടുത്തു: ജനപ്രിയൻ, ജനപ്രിയ നായകൻ ദിലീപ്. എന്നാൽ ഈ ജനപ്രിയ നായക പദവി ഒറ്റ രാത്രി കൊണ്ട് മലയാളി തിരികെ വാങ്ങി. മലയാള സിനിമയുടെ തലക്കുറി മാറ്റി എഴുതിയ ദിവസം 2017 ഫെബ്രുവരി 17, നടി ആക്രമിക്കപ്പെട്ട ദിനം. ആ കേസിലെ 8ാം പ്രതി പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപായിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ മിമിക്രിയോടായിരുന്നു ദിലീപിന് താല്പര്യം. ആലുവ UC കോളേജിൽ പഠിക്കുമ്പോൾ തട്ടിൽ കയറി. മഹാരാജാസ് ഗോപാലകൃഷ്ണനിലെ മിമിക്രിക്കാരനെ വാർത്തെടുത്തു. മിമിക്രിയിൽ ശ്രദ്ധിക്കപ്പെട്ട ദിലീപ് കൊച്ചിൻ കലാഭവനിലേക്കും പിന്നീട് ഹരിശ്രീയിലേക്കും എത്തി. കലാഭവനിൽ വെച്ചാണ് ഗോപാലകൃഷ്ണൻ ദിലീപ് എന്ന പേര് മാറ്റുന്നത്. കലാഭവനിൽ ഒപ്പമുണ്ടായിരുന്ന ജയറാമുമായുള്ള പരിചയം സിനിമയിലേക്ക് വഴി തുറന്നു. കമലിന്റെ അസിസ്റ്റന്റായിട്ടായിരുന്നു തുടക്കം. പതിയെ അയാൾ സിനിമയിൽ പരിചയക്കാരെ ഉണ്ടാക്കി. പല പരിചയങ്ങളും പിൽക്കാലത്ത് ദൃഢബന്ധങ്ങളായി. വിഷ്ണുലോകം, എന്നോട് ഇഷ്ടം കൂടാമോ തുടങ്ങിയ ചിത്രങ്ങളിൽ അസിസ്റ്റ് ചെയ്തു. ഈ സഹസംവിധായകനെ ക്യാമറയുടെ മുന്നിലേക്ക് നിർത്തുന്നതും കമലാണ്. 1992 എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ കമൽ ഒരു ചെറിയ വേഷം ദിലീപിന് നൽകി. പിന്നാലെ സൈന്യം, സാഗരം സാക്ഷി, സുദിനം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട എന്നീ ചിത്രങ്ങൾ. ഒടുവിൽ സുനിൽ സംവിധാനം ചെയ്ത മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ നായക വേഷം. എന്നാൽ വഴിത്തിരിവായത് ലോഹിതദാസ് എഴുതി സുന്ദർദാസ് സംവിധാനം ചെയ്ത സല്ലാപമാണ്. സിനിമ സൂപ്പർ ഹിറ്റ്. സിനിമയിലെ മഞ്ജു വാര്യർ ദിലീപ് കൂട്ടുകെട്ടും. ഈ കോംബോയിൽ ഇറങ്ങിയ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുത്തു. 1998 ഇവർ വിവാഹിതരായി. മഞ്ജു സിനിമ വിട്ട് വീട്ടിലേക്ക് ഒതുങ്ങി. 2015 മഞ്ജുവും ദിലീപും നിയമപരമായി വേർപിരിഞ്ഞു. ഈ കാലയളവിനിടയിൽ മലയാള സിനിമയിൽ അതികായനായി വളരുകയായിരുന്നു ദിലീപ്. പഞ്ചാബി ഹൗസ്, കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട്, പറക്കും തളിക, തിളക്കം, CID മൂസ, മീശമാധവൻ, കഥാവശേഷൻ എന്നിങ്ങനെ ശ്രദ്ധേയമായ നിരവധി ചിത്രങ്ങൾ. സ്വന്തമായി തിയേറ്ററുകൾ, വിതരണ നിർമ്മാണ കമ്പനി. ഒപ്പം സിനിമാ സംഘടനകളിലെ അനിഷേധ്യ ശബ്ദമായും ദിലീപ് മാറി. മലയാള സിനിമയിലെ താരങ്ങളെ എല്ലാം വെള്ളിത്തിരയിൽ ഒരുമിപ്പിച്ച് 2020 എന്നൊരു ചിത്രം പോലും ദിലീപ് സാധ്യമാക്കി. മഞ്ജുവുമായുള്ള വിവാഹബന്ധം പിരിഞ്ഞ് 2ാം വർഷം ദിലീപ് വീണ്ടും വിവാഹിതനായി. ചന്ദ്രനുദിക്കുന്ന ദിക്കു മുതൽ നിരവധി ചിത്രങ്ങളിൽ ഒപ്പം അഭിനയിച്ച കാവ്യ മാധവനായിരുന്നു വധു. നടിയുടെയും 2ാം വിവാഹം. ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു എന്ന ഗോസിപ്പുകൾ കൂടിയാണ് അവിടെ അവസാനിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തീർത്തും വ്യക്തിപരമായ ആ പ്രണയം വീണ്ടും ചർച്ചാ വിഷയമായി. കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായി. ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവമായിരുന്നു അതിന് കാരണമായത്. അങ്കമാലി അത്താണിക്ക് സമീപം മലയാളത്തിലെ ഒരു പ്രമുഖ യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയും ചെയ്തു. മലയാളി ഞെട്ടി. എന്നാൽ പൊതു മനസാക്ഷി നടിക്കൊപ്പം നിന്നു എന്ന് പറയുന്നത് അല്പം കടന്നുപോകും. നടി നേരിട്ട വ്യക്തിഹത്യയും സൈബർ ആക്രമണവും അത്ര ഭീകരമായിരുന്നു. സംഭവം നടന്ന അന്നു തന്നെ ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലായി. പിറ്റേ ദിവസം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പൾസർ സുനി എന്ന സുനിൽകുമാറാണെന്ന് വ്യക്തമായി. ഇയാൾക്കും കൂട്ടാളികൾക്കുമായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫെബ്രുവരി 19 ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെ കോയമ്പത്തൂരിൽ വെച്ച് പോലീസ് പിടികൂടി. ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നേ ദിവസം നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ നടന്നിരുന്നു. മലയാള സിനിമയിലെ പ്രമുഖർ പങ്കെടുത്ത യോഗം. 1000-ൽ ഒരാളായി ദിലീപും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് മഞ്ജു വാര്യർ വേദിയിൽ വെച്ച് തുറന്നടിച്ചു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. വിഷമിപ്പിക്കുന്ന സംഭവമെന്ന് ദിലീപും. അപ്പോഴേക്കും സംശയത്തിന്റെ നിഴൽ ദിലീപിൽ പതിച്ചിരുന്നു. കേസിൽ നേരിട്ട് പങ്കാളികളായ പ്രതികൾ ഒന്നൊന്നായി സമീപ ദിവസങ്ങളിൽ അറസ്റ്റിലായി. പൾസർ സുനിയെയും മറ്റൊരു പ്രതി വിജീഷിനെയും കോടതി മുറിയിൽ നിന്നാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. അപ്പോഴും മഞ്ജു പറഞ്ഞ ആ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന ചോദ്യം ബാക്കിയായി. അതന്വേഷിക്കാൻ പോലീസ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട ചിലർ തന്നെ ഭീഷണിപ്പെടുത്തുന്നതായി ചൂണ്ടിക്കാട്ടി ദിലീപ് രംഗത്തെത്തി. കേസ് നടത്തിപ്പിനായി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് ദിലീപിന് കത്തെഴുതിയതായി സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഈ കത്തിൽ ദിലീപ്, നാദിർഷ എന്നിവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ബ്രെയിൻ മാപ്പിംഗും നുണപരിശോധനയും അടക്കം ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് ദിലീപും പ്രതികരിച്ചു. കേസിൽ ദിലീപിന് പങ്കുണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ബലപ്പെട്ടു. 2017 ജൂൺ 28 ദിലീപ്, നാദിർഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബിലേക്ക് അന്വേഷണ സംഘം വിളിച്ചു വരുത്തി. ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ വെവ്വേറെ മുറികളിൽ ഇരുവരെയും ചോദ്യം ചെയ്തു. തനിക്കെതിരെ നീക്കം നടക്കുന്നതായി ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അവർ എല്ലാം കേട്ടു, വിശകലനം ചെയ്തു. ജൂലൈ 2 ദിലീപ് നായകനായി അഭിനയിച്ച ജോർജേട്ടൻ സ്പൂരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു. ജൂലൈ 10 ദിലീപ് അറസ്റ്റിൽ. പിറ്റേന്ന് റിമാൻഡിലുമായി.
ഗൂഢാലോചന, കൂട്ടമാനഭംഗം, തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെ 9 വകുപ്പുകൾ ചുമത്തിയാണ് ദിലീപിനെതിരെ കേസെടുത്തത്. താരപരിവേഷങ്ങൾ അഴിച്ചുവെച്ച് ദിലീപ് ജയിലിലേക്ക്. സഹതടവുകാരായി 5 പേർ. പിടിച്ചുപറി മോഷണക്കേസ് പ്രതികൾ. 85 ദിവസം ജയിൽവാസം. ഈ സമയത്താണ് സച്ചി എഴുതി അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല എന്ന ചിത്രത്തിന്റെ റിലീസ്. സെപ്റ്റംബർ 28-ന് സിനിമയുടെ റിലീസ് പ്രബുദ്ധ മലയാളി ആഘോഷമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയുടെ സിനിമയ്ക്കായി അവർ വരി നിന്നു. പൊളിറ്റിക്കൽ ത്രില്ലറായ ചിത്രത്തിലെ പല ഡയലോഗുകളും സമൂഹ മാധ്യമങ്ങളിൽ ഫാൻസ് ആഘോഷമാക്കി. പലരും വിർച്വൽ ഐഡന്റിറ്റി മറയാക്കി അതിജീവിതയെ പരിഹസിച്ചു. ഒക്ടോബർ 3-ന് ജാമ്യം ലഭിച്ച ദിലീപ് ജയിൽ മോചിതനായി. വൈകുന്നേരം 5:20-ന് ജയിൽ കവാടം തുറന്ന് പുറത്തു വന്ന ദിലീപിനെ ആരാധകർ കയ്യടികളോടെ സ്വീകരിച്ചു. അയാൾ അവർക്ക് നേരെ കൈകൾ കൂപ്പി ഫ്ലൈയിങ് കിസ് നൽകി. മലയാളിയിലെ സഹജമായ ഏട്ടൻ ഫിക്സേഷൻ സിമ്പതിക്കൊപ്പം പ്രവർത്തിച്ചു തുടങ്ങി. ആക്രമിക്കപ്പെട്ട നടിയെ ആരാധകർ കടന്നാക്രമിച്ചു. അനുബന്ധ കുറ്റപത്രത്തിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ് എന്ന് ഓർക്കണം. 2020 ജനുവരി 30-ന് കേസിൽ വിചാരണ ആരംഭിച്ചു. സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ നടത്തിയത്. അടച്ചിട്ട കോടതിയിൽ സാക്ഷി വിസ്താരം. നടിയെ ആദ്യം വിസ്തരിച്ചു. എന്നാൽ പിന്നാലെ നടിക്ക് അനുകൂലമായി മൊഴി നൽകിയ ഓരോരുത്തരായി കൂറുമാറുന്നതിനാണ് കേരളം സാക്ഷിയായത്. അതിൽ അടുത്ത സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. 261 സാക്ഷികളിൽ സിദ്ദീഖ്, ബാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു എന്നിങ്ങനെ 28 സാക്ഷികളാണ് വിചാരണ വേളയിൽ കൂറുമാറിയത്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ തരം പോലെ ആളുകൾ മാറ്റി പറഞ്ഞു. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി അതിജീവിത രംഗത്തെത്തിയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആ ഹർജി തള്ളി. ഇതിനിടെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം നടത്തി. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപും കൂട്ടാളികളും ഇരുന്ന് കാണുന്നതിന് താൻ സാക്ഷിയാണെന്ന് പറഞ്ഞ ബാലചന്ദ്രകുമാർ സുപ്രധാനമായ ചില ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടു. തുടരന്വേഷണത്തിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെയും പ്രതി ചേർത്തു. നിർത്തിവെച്ച വിചാരണ 2022 നവംബറിലാണ് പുനരാരംഭിച്ചത്. 2024 ഡിസംബർ 11-ന് കേസിൽ അന്തിമവാദം ആരംഭിച്ചു. നീണ്ടുപോയ വിചാരണക്കാലത്ത് ദിലീപിന്റെ പല സിനിമകളും പുറത്തിറങ്ങി. ഇറങ്ങിയതിലും വേഗത്തിൽ അവയിലധികവും തിയേറ്റർ വിട്ടു. ഇതിന് കേസിനോ മലയാളിയുടെ മനസാക്ഷിക്കോ പൊതുബോധത്തിനോ ഒരു പങ്കുമില്ല. മോശം സിനിമകൾ അർഹിച്ച വിധി എന്ന് വേണം പറയാൻ. ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് ദിലീപിന്റെ അഭിനയത്തെ പറ്റിയാണ്. കാണികളുമായി കണക്ട് ആകാൻ ദിലീപിന് സാധിക്കാതെയായി. പഴയ കുപ്പിയിലെ പഴയ വീഞ്ഞ് കാണികൾക്ക് പിടിച്ചില്ല. നടൻ എന്ന നിലയിൽ ദിലീപിന്റെ പ്രഭാവം ഇതിനൊക്കെ വളരെ മുൻപ് തന്നെ മങ്ങിത്തുടങ്ങിയിരുന്നു. 2014 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വിരലിൽ എണ്ണിയാൽ തീരാവുന്ന നല്ല ചിത്രങ്ങൾ മാത്രമാണ് ദിലീപിന്റേതായി പുറത്തിറങ്ങിയത്. ജയിൽവാസത്തിന് ശേഷമുള്ള തിരിച്ചുവരവിൽ അത് പൂർണ്ണമായി. എന്നാൽ തന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ദിലീപ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ പ്രീ റിലീസ് ഇവന്റുകളും അഭിമുഖങ്ങളും അതിനുള്ള ശ്രമങ്ങളായിരുന്നു. മറുവശത്ത് ഈ വിചാരണക്കാലം അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അവർ നേരിട്ട ട്രോമ വിവരിക്കാൻ സാധിക്കില്ല. എത്ര വട്ടം ആ രാത്രിയുടെ കഥ ആവർത്തിക്കേണ്ടി വന്നു. എത്ര വട്ടം അവരുടെ സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടു. പേരില്ലാത്തവർ, മുഖമില്ലാത്തവർ അവരെ ശത്രുപക്ഷത്ത് നിർത്തി. ചിലപ്പോഴൊക്കെ ചിരപരിചിതരും. അപ്പോഴും ഒരു കൂട്ടം സുഹൃത്തുക്കൾ അവൾക്കൊപ്പം നിലയുറപ്പിച്ചു. എന്താണ് ഈ കേസുമായി ദിലീപിനെ ബന്ധിപ്പിച്ചത്? ദിലീപിന് അതിജീവിതയോട് പകയുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. അയാൾ പ്രതികാരം ചെയ്യുകയായിരുന്നു എന്നാണ് അതിജീവിതയുടെ അഭിഭാഷകയുടെ വാദം. എന്താണ് ആ റിവൻ സ്റ്റോറി? തന്നെയും കാവ്യ മാധവനെയും ചേർത്ത് അതിജീവിത ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചു എന്ന് ദിലീപ് സംശയിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. മഞ്ജുവുമായി വിവാഹിതനായിരിക്കുന്ന സമയമാണ്. 2013 മാർച്ച് 26 മുതൽ ഏപ്രിൽ 7 വരെ കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ വെച്ച് അമ്മയുടെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് നടന്നിരുന്നു. ഒരു സ്വകാര്യ ചാനൽ ഷാർജയിൽ നടത്തുന്ന താരനിശയ്ക്ക് വേണ്ടിയായിരുന്നു റിഹേഴ്സൽ. ഈ റിഹേഴ്സലിനിടയിൽ ദിലീപിന്റെയും തന്റെയും ഫോട്ടോ അതിജീവിത പകർത്തിയതായും ഈ ചിത്രം മഞ്ജുവിന് അയച്ചു കൊടുത്തതായുമാണ് കാവ്യ ആദ്യം പോലീസിന് നൽകിയ മൊഴി. ഇത് ദിലീപിനെ ചൊടിപ്പിച്ചുവെന്നും. എന്നാൽ വിചാരണ വേളയിൽ കാവ്യ ഈ മൊഴി മാറ്റി. സിദ്ദീഖിന്റെയും ബാമയുടെയും ആദ്യ മൊഴിയും ഇത് സാധൂകരിക്കുന്നതായിരുന്നു. എന്നാൽ കോടതിയിൽ ഇതൊന്നും തങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ല എന്ന് സിദ്ദീഖും ബാമയും മാറ്റി പറഞ്ഞു. പ്രോസിക്യൂഷന്റെ മറ്റ് ചില വാദങ്ങൾ കൂടി ഇവിടെ പരിശോധിക്കണം. അമ്മയിലെ സ്വാധീനം ഉപയോഗിച്ച് അതിജീവിതയുടെ കരിയർ തകർക്കാൻ പല മാർഗങ്ങൾ ദിലീപ് സ്വീകരിച്ചു. നടിയുടെയും അവരെ പിന്തുണച്ചവരുടെയും അവസരങ്ങൾ നിഷേധിച്ചു. അവരെ മാനസികമായി തളർത്താനും അപമാനിക്കാനും പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി. നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ദിലീപ് സുനിക്ക് 1.5 കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ഇനി വിധിയാണ്. 6 വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷം വരുന്ന വിധി. ഈ കാലയളവിൽ നമ്മൾ പലതിനും സാക്ഷിയായി. മലയാള സിനിമയിലെ ആണധികാരത്തെ ഒരു കൂട്ടം സ്ത്രീകൾ ചൂണ്ടിക്കാട്ടി, ചോദ്യം ചെയ്തു. WCC എന്ന വനിതാ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപപ്പെട്ടു. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റി എന്നൊരു സമിതി ഉണ്ടായി. അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിനെല്ലാം കാരണമായത് ഈ കേസാണെന്ന് പറയാം. ലൈംഗിക അതിക്രമ പരാതികളിൽ പേരും പെരുമയും നഷ്ടമായ നിരവധി സിനിമാക്കാരുണ്ട്. അങ്ങ് ഹോളിവുഡ് മുതൽ ഇങ്ങ് മലയാള സിനിമ വരെ.
എന്നാൽ ഒരു സഹപ്രവർത്തകയെ ഭീഷണിപ്പെടുത്താൻ അപമാനിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന കേസ് ആദ്യമാകും. ഒരു മുൻനിര നടൻ ഗൂഢാലോചനയ്ക്ക് വിചാരണ നേരിടുന്നതും. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടവരാണ് അധികവും. ഹേമ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് തുടങ്ങി വെക്കുന്ന വരികളിൽ അവർക്കുള്ള മറുപടിയുണ്ട്. തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഉപ്പ് പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണ്.